ഫസ്റ്റിൽ നമുക്ക് പച്ചപ്പയറിൻ്റെ, അതായത് ലോങ് ബീൻസ് എന്നിവിടെ പറയുന്ന പച്ചപ്പയർ നമ്മുടെ നാട്ടിലെ, അതൊരു മെഴുക്ക് വരട്ടി ഉണ്ടാകും. ഓക്കെ, അപ്പം അമ്മച്ചി അത് ക്ലീനാക്കി അരിഞ്ഞ് എടുത്തു കഴിയട്ടെ. ഓക്കെ, അങ്ങനെ പയർ മുഴുവൻ അമ്മച്ചി അരിഞ്ഞു. അത് ഇച്ചിരി ഏറെ പയറുണ്ട്, അതുകൊണ്ട് നമുക്കത് കുക്ക് ചെയ്തിട്ട് പിന്നെ അത് ഉലർത്തിയെടുക്കാം. ഓക്കെ, അതിനകത്തിടാനായിട്ട് കുറച്ച് തേങ്ങയുടെ കൊത്തുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് ഇടുന്നു. കുറച്ച് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ഇട്ടാൽ മതി. നമ്മൾ ചിലപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മളതിടും, ഇല്ലെങ്കിൽ ഇടത്തില്ല. പ്ലെയിനായിട്ട് ഇച്ചിരി മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടാണേലും പറ്റിച്ച് വെച്ചിട്ട് ഉലർത്തുമ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് വേണേൽ ഉലർത്താം. ചിലർ ഗാർലിക് ഇടും, നമ്മൾ പക്ഷേ ഇപ്പം ഗാർലിക്ക് ഇടുന്നില്ല. ഇച്ചിരി സ്മോൾ ഒനിയൻ ഉള്ളതുകൊണ്ട് അത് മാത്രം ഇട്ട്, പിന്നെ ഈ കോക്കനട്ടിൻ്റെ പീസുകൾ ഇട്ട് മൊത്തമായിട്ടങ്ങ് കുക്ക് ചെയ്യും. ഉള്ളിയും അരിഞ്ഞ് വെച്ച തേങ്ങാക്കുത്ത് ഇട്ടു. ഇനി ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ്, ഇത്രയുള്ളതുകൊണ്ട് കുറച്ച് വേണ്ടതില്ല, പിന്നെ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, ഇത്തിരി എരിവൊന്നും വേണ്ടല്ലോ, കുറച്ച് മാത്രം ഇട്ട് മിക്സാക്കി ലോ ഫ്ലെയിമിലൊരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് കുക്കായിരിക്കും. ആയിട്ട് വെള്ളമൊന്നും അങ്ങനെ ചേർക്കണ്ട. ഉപ്പൊക്കെ ചെല്ലുമ്പോൾ അത് തന്നെ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്നതിലും ടേസ്റ്റ് വെള്ളമില്ലാതെ ലോ ഫയറിൽ കുക്ക് ചെയ്യുന്നതാണ്. ഓയിൽ ഇത് നമ്മൾക്കിത് ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റിൽ ഇത് കുക്ക് ചെയ്തിട്ട് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനകത്ത് ഓയിൽ ചെയ്തിട്ട് റോസ്റ്റ് ആക്കി. ഒത്തിരി റോസ്റ്റ് ആവണ്ട, എന്നാലും ഒന്ന് കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഉപ്പ് വേണം കുറച്ചുകൂടെ, സോൾട്ടും കൂടി ചേർത്ത് ഒരല്പം വേണേൽ ഒഴിക്കാം. അല്ലെ ഫസ്റ്റിലൂടത്തെ തീ ഇച്ചിരി വലുതാണ്, ഒത്തിരി ലോ ഫയർ നമുക്ക് കിട്ടത്തില്ല. കുറച്ച് വെള്ളം, ഏകദേശം നമുക്കിപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് വെക്കേണ്ടി വന്നു. നമ്മുടെ ഇതിൽ ഫയറെല്ലാം കുക്കായിട്ടുണ്ട്. ഇതെന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിക്കകത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് റോസ്റ്റ് ആക്കി എടുക്കാം. ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം കേട്ടോ. നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അല്പം കൂടെ അങ്ങനെ ഏകദേശം റോസ്റ്റായി. കൂടുതൽ റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, നമുക്ക് ഇത്ര ആയാലും മതി. അങ്ങനെ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി റെഡി.